ശബരിമലയിൽ നിയമപരമായി കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അയ്യപ്പൻ ആരെയും വിടില്ല. CPM-ൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനാണ് സ്വർണം മോഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. സമ്പൂർണ്ണ സമ്പന്ന പാർട്ടി എന്ന പേരിൽ പ്രഖ്യാപനം നടത്തും. ജയകുമാറിന്റെ നിയമനം അടവ് നയമെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അറസ്റ്റിലായവരെയെല്ലാം നിരീശ്വരവാദികളെന്നും അറസ്റ്റിലാകുന്നവർ ചിരിച്ച് സന്തോഷിച്ചു പോകുന്നുവെന്നും വിമർശനമുണ്ട്. CPM-ൽ ദരിദ്രരുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സ്വർണ്ണമൊക്കെ നേതാക്കന്മാർ ഇങ്ങനെ കട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ പ്രവർത്തകർക്കും നേതാക്കന്മാരൊക്കെ അവർക്ക് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഇല്ലാതാക്കാൻ, അവരെ പണക്കാരാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ഈ കൊള്ളയെല്ലാം തീരുമ്പോഴും മുഖ്യമന്ത്രി വേറൊരു പ്രഖ്യാപനം നടത്തും. സമ്പൂർണ്ണ സമ്പന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ. ഈ രണ്ട് പ്രഖ്യാപനങ്ങളും തട്ടിപ്പായിരുന്നു എന്നാണ് വെളിപ്പെടുന്നത്. അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ വളരെ സംതൃപ്തിയോടുകൂടി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു, ആശയപരമായിട്ടുള്ള ഡ്യൂട്ടി അവർ ചെയ്തു എന്നവർ വിശ്വസിക്കുന്നു. കാരണം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർക്കുക, ഇല്ലാതാക്കുക, എങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരത്ഭുതവുമില്ല. ഇടയ്ക്കിടയ്ക്ക് അടവ് നയം, ഇപ്പോൾ ജയകുമാറിനെ വെച്ചത് ഒരു അടവ് നയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. രമ്യദാസ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രമ്യ, ഇപ്പോൾ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ജോർജ് കുര്യൻ വിമർശിച്ചിരിക്കുന്നത്. ശബരിമലയിൽ നിയമപരമായി കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാമെന്ന് കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പത്മകുമാർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ചിരിച്ച് സന്തോഷിച്ചാണ് അവർ പോകുന്നതെന്നും കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം എവിടെ പോയാലും തിരിച്ച് അതുപോലെ തന്നെ ഇറങ്ങി വരാമെന്ന ധൈര്യമാണ് ഇത്തരം വലിയ കൊള്ളകൾക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഈ കോഴിക്കോട് താമരശ്ശേരി രൂപതയുടെ റൂബി ജൂബിലി വർഷത്തിലെ മലബാർ കുടിയേറ്റ ശതാബ്ദി ആഘോഷ ദിനമായിരുന്നു ഇത്തരത്തിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഒരു പ്രതികരണം. അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യം കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കുകയാണ്, ആരാധനാലയങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ ശബരിമല കൊള്ള എന്ന് പറയുന്നത് കൃത്യമായി തന്നെ നമുക്കറിയാം, നേരത്തെ ഈ ദാരിദ്ര്യമുക്ത കേരളം എന്നുള്ളൊരു ലേബലിലേക്ക് കേരളത്തിൽ ഉൾപ്പെടെ പിണറായി വിജയൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇത് CPM-ൽ ദാരിദ്ര്യം ഉണ്ടാക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ള, ശബരിമല എന്നും വൻതോതിലുള്ള സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ളത്. ഇത് സമ്പൂർണ്ണമായി സമ്പന്ന പാർട്ടി എന്ന ലക്ഷ്യമാണ്, പ്രഖ്യാപനമാണ് അടുത്തിടെ പിണറായി വിജയൻ നടത്താൻ പോകുന്നത്. ഈ അയ്യപ്പ സംഗമം മുതലായുള്ള കാര്യങ്ങളെല്ലാം ഭക്തിയുടെ മറവിൽ നടത്തിയത് ഇത് വമ്പൻ തട്ടിപ്പായിരുന്നു തുടങ്ങിയ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരെയും അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിനെതിരെയും എല്ലാം ജോർജ് കുര്യൻ നടത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു എന്നുള്ള കാര്യങ്ങളും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറസ്റ്റിലായ എല്ലാവരും തന്നെ നിരീശ്വരവാദികൾ തന്നെയാണ്. ഇത് ഒരു ആശയത്തിന്റെ പേരിലാണ് ഇതെല്ലാവരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അറസ്റ്റിലായ എല്ലാവരുടെയും മുഖത്തും ആ ഒരു സന്തോഷം. കാരണം ആ ഒരു ആശയത്തിന് വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കേരളത്തിൽ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിന്റെ പേരിലാണ് ഇതെല്ലാവരും പ്രവർത്തിക്കുന്നത്. അതൊരു ഒറ്റ ആശയമാണ്. അതിനാൽ തന്നെയാണ് ഇവരുടെ മുഖത്തെല്ലാം വളരെ സന്തോഷം കാണുന്നത്. ആശയപരമായ ഒരു ഡ്യൂട്ടി നിർവഹിച്ചതിന്റെ സന്തോഷമാണ് ഇവരുടെ എല്ലാം മുഖങ്ങളിൽ കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളും ജോർജ് കുര്യൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജയകുമാറെ നിയമിച്ചതും ഒരു അടവുനയത്തിന്റെ ഭാഗമായി തന്നെയാണ്. അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടാണ് ജയകുമാർ കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളും ജോർജ് കുര്യൻ പറഞ്ഞു വെക്കുന്നത്. ശരി, അങ്ങനെ തന്നെയാണ്. ശബരിമലയിൽ നിയമപരമായി കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുകയാണ്.